ഹായ് ഫ്രണ്ട്സ്, സ്വന്തം കുക്ക് ഷോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഇന്നത്തെ എൻ്റെ ഐറ്റം പച്ചപ്പപ്പായ കൊണ്ട് തോരൻ ഉണ്ടാക്കാം. പച്ചപ്പപ്പായയുടെ ഗുണങ്ങളെന്ന് പറയാനായിട്ട് നല്ല ഗുണങ്ങളാണ്. ഈ ഡെങ്കു ഒക്കെ വന്നു കഴിയുമ്പോൾ ഡോക്ടർമാർ പപ്പായ പച്ച കഴിക്കാൻ പറയും, പപ്പായയുടെ അല്ല പപ്പായ കഴിക്കാൻ പറയും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് ഉണ്ടാക്കണമെന്ന് നോക്കാം. നല്ല വെറൈറ്റി ഐറ്റമാണ്, നല്ല റെസിപ്പിയാണ്, സിമ്പിളാണ്, എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാം. അപ്പോൾ പച്ചപ്പപ്പായ നമുക്ക് എടുത്തിട്ട് ചെറുതായിട്ട് അരിയണം. അതിന് വേണ്ട ഐറ്റംസ്: കടുകുണ്ട്, ചെറിയ ജീരകമുണ്ട്, മഞ്ഞൾപ്പൊടി, തേങ്ങ ചിരണ്ടിയത്, ഉപ്പ്, പച്ചമുളക്, ഉണക്കമുളക്, ഒരു കഷ്ണം വെളുത്തുള്ളി. ഇത്ര ഐറ്റംസ് നമുക്ക് ആവശ്യമുള്ളത്. നമുക്ക് ആദ്യം പപ്പായ അരിയാം. പപ്പായ മേടിച്ചത് പച്ചപ്പപ്പായാണ്, പക്ഷേ സ്വല്പം ചെനപ്പായിട്ടുണ്ടത്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് പഴുത്തിട്ടില്ല. അങ്ങനെ പച്ചയാണ് നല്ലത്, അതുകൊണ്ട് നമുക്ക് ഇത് തന്നെ ഞങ്ങൾ അരിയാം. ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം, ചെറിയ ചെറിയ കുന അരിഞ്ഞെടുക്കാം. ഇത് ചെറുതായിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ട്, കേട്ടോ. അപ്പം ഇതിനകത്ത് എരിവിന് വേണ്ടി പച്ചമുളക് നമ്മൾ അരിഞ്ഞ് ഇറക്കണില്ല, ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഇറക്കണതാണ്. ഇപ്പം 3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇത് ഇതിൻ്റെ ഒപ്പം ചെറുതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എരിവ് അതിൻ്റെ കൂടെ വന്നോളും. അതിൻ്റെ കൂടെ ഒരു ചെറിയ വെളുത്തുള്ളി കൂടെ വേണേ, 2 ചെറിയ വെളുത്തുള്ളി അതും കൂടി ഇട്ടേക്കാം. പപ്പായ ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ 3 ഉണ്ടമുളക് ഇട്ടിട്ടുണ്ട്. ഉണ്ടമുളകിന് എരിവ് കൂടുതലാണ്. പിന്നെ 2 കഷ്ണം വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടെ അരിഞ്ഞതാണ്. അടുപ്പ് കത്തിക്കാം, ചട്ടി വെക്കാം. ചട്ടി ചൂടായി വരുന്നുണ്ട്, നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാൻ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണത്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ആദ്യം കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്, നമുക്ക് ചെറിയ ജീരകം അത് പൊട്ടിക്കാം. അതിൻ്റെ വറ്റൽമുളക്, പപ്പായ അരിഞ്ഞത് ചട്ടിയിലോട്ടിടാം. കടുക് പൊട്ടിയിട്ടുണ്ട്, ജീരകം, വറ്റൽമുളക് എല്ലാം ഇട്ടിട്ടുണ്ടെങ്കിൽ പപ്പായ ചേർക്കാം. ഇതിനകത്ത് സ്വല്പം മഞ്ഞൾപ്പൊടി ഉണ്ട്. ഇനി നമുക്കത് മിക്സ് ചെയ്യാം. ഇതിനകത്ത് വേപ്പില ചേർക്കാം, ആവശ്യത്തിന് വേപ്പില ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പപ്പായ ചെയ്തരിഞ്ഞത് തോരൻ ഉണ്ടാക്കുന്നതാണ്. അതിൽ ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കണം, പിന്നെ കടുക് പൊട്ടിക്കണം, സ്വല്പം ചെറിയ ജീരകം പൊട്ടിക്കണം, അത് കഴിഞ്ഞ് വറ്റൽമുളക്, ഇതെല്ലാം കഴിഞ്ഞിട്ട് പപ്പായ ഇടണം. ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ക്യാബേജൊക്കെ തോരൻ വെക്കുമ്പോൾ ആൾക്കാർ ഉഴുന്ന് പിന്നെ പൊട്ടുകടലൊക്കെ ചേർക്കും. വേണമെങ്കിൽ ചേർക്കാം, ഞാനിപ്പോൾ ചേർത്തിട്ടില്ല. ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം. ഇനി നമുക്കത് മൂടി വെക്കാം, വേകാനായിട്ട് മൂടി വെക്കാം. അപ്പോൾ ആവിയിൽ വെന്തോളും. പച്ചക്കറി അധികം വേവണ്ട, അധികം വെന്ത് അലമ്പായി പോകും. അതിന് നല്ലത് ഒരു ആവി കൊണ്ട് വെന്താൽ മതി. അപ്പോൾ ഇപ്പോൾ 2-3 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്ക് തുറന്ന് നോക്കാം. ആവശ്യത്തിന് ഉപ്പിട്ടാ ചേർക്കാം. ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പപ്പായൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ തേങ്ങയാണെങ്കിൽ ഒരു അരമുറി തേങ്ങ അതിട്ട് കൊടുക്കാം. ചെറിയ തേങ്ങയുടെ അരമുറി തേങ്ങ ഇട്ടിട്ടുണ്ട്. അങ്ങനെ പപ്പായത്തോടെ നമുക്ക് റെഡി ആയിട്ടുണ്ട്. വെറും 5-6 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാവുന്നതാണ് പപ്പായ. സാധാരണ നമ്മൾ ക്യാബേജൊക്കെയാണ് തോരൻ ഉണ്ടാക്കുന്നത്. ഇത് പപ്പായ തോരൻ നല്ല ടേസ്റ്റാണ്, നല്ല ഗുണങ്ങളാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി വെക്കണം. ഇനി നമുക്ക് സർവിംഗ് ഡിഷിലോട്ട് മാറ്റാം. നമ്മുടെ പപ്പായ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്.
നല്ല പോഷകഗുണങ്ങളുള്ളതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റൊക്കെ ഇടുക. അടുത്ത ദിവസമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ. Bye.